മൊട്ടുപോലെ ചിരിച്ചും കൊണ്ടെന്റെ നല്ല ചിരി കേട്ടോ. ഇത് നമുക്ക് ചളക്കി മാമാത്ത് കൊടുക്കാം. വീട്ടുക്ക് 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 വാസപ്പടി വേണോ. അണ്ണോ ഇളയരാജ നല്ല സൂപ്പർ പാട്ടല്ലേ ഇത്? അത് പാടി കുളവാക്കാതെ ആ ടേപ്പിനകത്ത് കാണുന്നത്. നീ ആദ്യം തന്നെ കോപ്പിറൈറ്റ് അടിപ്പിക്കൂലടാ. അത് കുളവായിട്ട് പറഞ്ഞതാ. വയസ്സായി വരുന്നതേ ഉള്ളൂ. മമല മലമേലെ മണികണ്ഠൻ സന്നിധാന. ആ തുണിയൊന്നും ഇവനിടാൻ പോന്നെ. പിന്നെ അണ്ണാ ഈ മുണ്ടനല്ലേ അണ്ണാ കൊച്ചി ഇറക്കം വന്നപ്പോ നിങ്ങൾ വിരിച്ചു കൊടുത്തത്? എടാ ഒരേപോലത്തെ 7 മുണ്ടുണ്ടെന്ന്. മനസ്സിലായില്ല. ഒരു മനുഷ്യനെ പോലെ 7 മനുഷ്യനുണ്ടെന്ന് പറയുന്നത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത് വിശ്വസിച്ചു. പിന്നെ മുണ്ടിന്റെ കാര്യത്തിൽ എന്താ കുഴപ്പം? അപ്പൊ ബാക്കി 6 മുണ്ടെന്തി? 6 മുണ്ട് എവിടാന്ന് അറിയത്തില്ല. ഇവിടെ ഈ മുണ്ട് മാത്രമേ ഉള്ളൂ. എന്നാ നിങ്ങൾ ആൻസ് വെക്കോണോ? തോന്നിയ ദിവസം പറയില്ല കേട്ടോ. ആൻസ് ഇത്ര ആൾക്കാർ കേട്ടോണ്ടിരിക്കുമല്ലേ. നിനക്ക് അറിഞ്ഞൂടാ ഞാൻ എത്ര കാലമായിട്ട് ശമ്പുവാണ്. എനിക്ക് ആൻസിന്റെ മണം പിടിക്കത്തില്ല. ശമ്പു ഇത് രണ്ടും ഒന്നല്ലേ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ്. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഈ ഇരിക്കുന്ന ശംഭു, ഇത് ഹാൻസ്, ഇത് ചൈനീ കൈനി, അപ്പുറത്തിരിക്കുന്നുണ്ടോ സ്കൂള്. നിങ്ങൾക്ക് ഇതിന്റെ കച്ചവടം വല്ലോ? കച്ചവടമൊന്നുമില്ല. ആരും പാവം പിടിച്ചോ ആ സമയത്ത് വന്ന് കയറിയാ കൊടുക്കും. ഇല്ലാത്ത പൈസ മേടിക്കും. അണ്ണോ വെള്ളവടി ഇല്ലയോ? ഈ ഒരു ഭാഗത്തിലെങ്കിലും വെള്ളവടി ഇല്ലായിരിക്കാൻ നീ സമ്മതിക്കത്തില്ലല്ലോടാ. നീ അല്ലടാ ഫേസ്ബുക്കിനകത്ത് വെള്ളവടിയെ കുറിച്ച് എഴുതുന്നത്. അണ്ണാ അതല്ലെന്ന്, ഈ വെട്ടായിരിക്കുമ്പോ ഉച്ചി വെള്ളം അടിക്കത്തില്ലേ? എങ്ങനെ? എന്തോന്ന്? ഏത് സ്റ്റൈല് പിടിക്കണം? അങ്ങക്ക് ആകെ ഒരു സ്റ്റൈലല്ലേ അറിയൂ. ആ സ്റ്റൈല് തന്നെ മതി. രാഹുലേ, ഇതാണോ ഇപ്പം പറയുന്നത് കേട്ടോ. എന്ത്? ഈ രാജൻ കൈതക്കാടൻ ഒറ്റ സ്റ്റൈലേ അറിയത്തുള്ളത്. അവൻ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ്? അങ്ങനെ ഒരു സ്റ്റൈലല്ലേ അറിയത്തുള്ളൂ. നീ ഇന്ന് കുറച്ചേരം ഇവിടെ ഇരിക്കും. അണ്ണാ അതൊന്നും നിർത്തിക്കണം. എന്തോ ആലോചിക്കണം. സാറുമ്പോ സമയം അത് സൈലന്റ് ആക്കി വെക്കും. ഇടത്ത് 3000 രൂപയുടെ കത്രികയാണ്. ഇത് സൈലന്റ് ആക്കി വെക്കാനാണ്. കേട്ടോ, 3000 രൂപയുടെ കത്രികയാണ്. എന്റെ 1,00,000 രൂപയുടെ ഫോൺ സൈലന്റ് ആക്കി വെക്കാം. പിന്നെ നിങ്ങളുടെ 3000 രൂപയുടെ കത്രിക. ഇനി ഞാൻ കൗണ്ടർ മ്യൂസിക് കിടന്നായിരിക്കും ഇതിന്. പെണ്ണങ്ങല്ലേ അണ്ണന് ഹോം ഡെലിവറി ഉണ്ടേ. ഹോം ഡെലിവറി? അപ്പൂപ്പം വയ്യ കിടക്കുവാ. വീട്ടിൽ വന്നൊന്ന് മുടി വെട്ടണേ. ഞാൻ വരാടാ, ഞാൻ വരാം. വന്നിട്ട് അപ്പൂപ്പനോട് ഞാൻ കൊളാബ് ചെയ്യാം കേട്ടോ. കത്രിക കൊണ്ട് വന്ന് ഞാൻ കൊളാബ് ചെയ്യാം. അനില് പോകരുത്. എന്നോടൊന്നും നോക്കിയില്ല. എടാ നിനക്ക് നാണമുണ്ടോടാ? ഈ ഡിജിറ്റൽ യുഗത്തിലും ഈ നാനയുടെ നടക്കത്തെ പേജിളക്കി കൊണ്ടുപോകുന്ന വല്ല കാര്യം നിനക്കുണ്ടോ? ഇപ്പോഴാ ഈ മൊബൈലിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നത്. പല പ്രാവശ്യമല്ലേ നിനടുത്ത് പറയുന്നത് നടക്കത്തെ പേജിളക്കി കൊണ്ടുപോകരുത്. എന്റെ കണ്ണ് തെറ്റി അതിന് നടക്കത്തെ പേജത്തോളൂ. നിനക്ക് നിന്റെ മൊബൈലിൽ ഇതൊക്കെ കണ്ടുകൂടെ? ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഉണ്ടോ? എന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. നമ്മളൊക്കെ എന്തോരം ബുദ്ധിമുട്ടുള്ളൂ കേട്ടോ. അല്ലേ? ഇനി എന്നോട് ചോദിക്കുക പോലും വേണ്ട. ഞാൻ എപ്പോ വന്നാലും അതിന്റെ നടക്കത്തെ പേജ് നീ എടുത്തോണം കേട്ടോ. ഓക്കെ. അണ്ണ ഇവിടെ കറങ്ങുന്ന കസേര ഇല്ലല്ലേ? ഇല്ല. ഞാൻ ഇപ്പഴാ ശ്രദ്ധിച്ചേ. എന്തിനാ കറങ്ങുന്ന കസേര? എന്തിനാലേ തന്നെ പിന്നെ ഒരാളെ ഇരുത്തി കറക്കില്ലേ വെട്ടേണ്ടത്? ഏതെങ്കിലും ഒരു കടയിൽ നീ കസേര കറക്കി ആളിനെ വെട്ടുന്ന ആളുണ്ടോ? അതില്ല. ഇവിടെ കസേര അവിടെ ഇരിക്കും. വെട്ടുന്ന ആളിങ്ങനെ കസേരയ്ക്ക് ചുറ്റും കറങ്ങും. അതിനുവേണ്ടി ഞാൻ ആവശ്യമില്ലാതെ പൈസ മുടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അന്നാ എന്ത് ചോദിച്ചാലും ന്യായം ഉണ്ടല്ലോ. അണ്ണന്റെ ഈ ന്യായം കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അണ്ണന്റെ കട ഒരാഴ്ചക്കുള്ളിൽ പൂട്ടും. എങ്ങനെ? ഒരാഴ്ചക്കുള്ളിൽ പൂട്ടുവെന്ന്. എന്റെ കട ഇല്ലേ? എടാ മലയാളി ബംഗാളിയുടെ അടുത്ത് ഹിന്ദി കൃത്യമായിട്ട് പറയാൻ പഠിക്കാത്തിടത്തോളം കാലം, ബംഗാളി കൃത്യമായിട്ട് മീശ വെട്ടാൻ പഠിക്കാത്തിടത്തോളം കാലം ഞാനും ഉണ്ടാവും. എന്റെ അനുരാഗ് ഹെയർ സ്റ്റൈലും ഇവിടെ ഉണ്ടാവും.